Consider the curve y is equal to x square and the straight line y equal to 2x plus 3. Find the point of intersection of the given curve and find the area of the region bounded by the given curve and the straight line. The application of integralsുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. First of all, consider the equation of a curve y equal to x square and the straight line y equal to 2x plus 3. This is equation number 1 and this is equation number 2. From 1 and 2, x square equal to 2x plus 3. So solve this equation. X square minus 2x plus 2x minus 3 equal to 0. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്താൽ എളുപ്പമുണ്ട്. സോ എക്സ് സ്ക്വയർ പ്ലസ് 1x മൈനസ് 3x എന്ന് എഴുതിയ മൈനസ് 2x ഈക്വൽ അല്ലേ? ദെൻ മൈനസ് 3 ഈക്വൽ ടു 0. ഈ രണ്ട് ടേമിൽ നിന്നും എക്സ് പുറത്തെടുത്താൽ എക്സ് പ്ലസ് 1. ഇവിടെ നിന്നും മൈനസ് 3 പുറത്തെടുത്താൽ ദിസ് ഈസ് ഓൾസോ എക്സ് പ്ലസ് 1. ഫ്രം ദിസ് ഇക്വേഷൻ ടേക്ക് എക്സ് പ്ലസ് 1. ദെൻ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0. ഹിയർ എക്സ് ഈക്വൽ ടു മൈനസ് 1 ആൻഡ് എക്സ് ഈക്വൽ ടു 3. അപ്പം നമുക്കിതിൽ നിന്നും എക്സിന് -1 എന്നൊരു വാല്യൂം എക്സിന് 3 എന്നൊരു വാല്യൂം കിട്ടി. ഫ്രം ഇക്വേഷൻ 1 എന്ന് പറയുന്ന ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ എക്സിന് നമ്മൾ -1 കൊടുത്താൽ y ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് എക്സ് -1 ആവുമ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂ 1. അതുപോലെ അടുത്ത ഇക്വേഷൻ y ഈക്വൽ ടു അത് വേണ്ട, അടുത്തത് എക്സ് ഈക്വൽ ടു 3 എന്നൊരു വാല്യൂ ഉണ്ടല്ലോ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു 9. എക്സിന് 3 കൊടുക്കുമ്പോൾ വൈക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 9 ആണ്. സോ എന്താണ്? ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഗിവൺ കർവ്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ കർവ് എന്ന് പറയുന്നത് 3,9 ആണ്. നമ്മൾ ഈ സെക്കൻഡ് സ്ട്രേറ്റ് ലൈൻ കർവിൻ്റെ ഇക്വേഷനിൽ കൊടുത്തപ്പോഴാണ് കിട്ടിയത്. നമ്മൾ ലൈനിൻ്റെ ഇക്വേഷനിലൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിൽ വൈയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെൻ എക്സ് ഈക്വൽ ടു -1, സോ വൈ ഈക്വൽ ടു 2 ഇൻറ്റു -1 പ്ലസ് 3, അതായത് വൈ ഈക്വൽ ടു -2 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. എക്സിന് നമ്മൾ -1 കൊടുക്കുമ്പോൾ വൈക്ക് 1 എന്ന് കിട്ടും. അതുപോലെ എക്സിന് നമ്മൾ 3 കൊടുത്താൽ 2 ഇൻറ്റു 3 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു 3 2 6 പ്ലസ് 3 9. അതായത് നമ്മൾ 3 കൊടുക്കുമ്പോൾ 9 കിട്ടും. രണ്ടും സെയിം കേസ് തന്നെയല്ലേ? ഇതാ ഇവിടെ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലുള്ള പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ഏതൊക്കെയാണ്? -1ഉം 1ഉം 3 9ഉം. ഇനി ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഗിവൺ കർവ് ആൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അതിൻ്റെ ചിത്രം ഒന്ന് വരച്ച് നോക്കാം. പരാബോളയുടെ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള കർവ് വരയ്ക്കാൻ അറിയാമല്ലോ. നമ്മളൊരു XY ആക്സിസ് വരച്ചാൽ പരാബോള എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള പരാബോളയുടെ ഇക്വേഷനാണിത്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് നമുക്ക് മനസ്സിലായി. -1 1ഉം 3 9ഉമാണ്. സോ -1 എന്നുള്ള പോയിന്റ് ഇവിടെ ഇല്ല നിൽക്കുന്നത്. -1 വൈയുടെ 1 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ നിൽക്കുന്നതാണ്. -1 1 എന്നുള്ള പോയിന്റ്. അതുപോലെ 3 9 എക്സിൻ്റെ 3 ഏകദേശം ഇവിടെ വരും. 3 9 എന്ന് പറയുന്നത് ഇവിടെ വരും. 3 9. അപ്പം ഇതാണ് എന്ത്? ആ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പം ചിത്രം മനസ്സിലായല്ലോ വരയ്ക്കുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഗിവൺ കർവ് ആൻഡ് ദ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിനും പരാബോളയ്ക്കും ഇടയിലുള്ള റീജിയൻ്റെ ഏരിയയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? ദ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷനാണ്. അപ്പം ഈ വേരിയേഷൻ വന്നത് നമുക്ക് എന്ത് ചെയ്യണം? അതായത് വാല്യൂ വേരിയേഷൻ നടന്നത് എക്സിൻ്റെ വാല്യൂ -1ഉം വൈയുടെ വാല്യൂ ഈ സൈഡിലത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3. അപ്പം -1 to 3 ആണ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? റിക്വയർഡ് ഏരിയ കണ്ടുപിടിക്കുന്നത്. റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ലൈൻ അല്ലേ? വരയുടെ താഴെയുള്ള ഭാഗം ഏരിയ
under the line minus area under the parabola. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ഏരിയ അണ്ടർ ദ ലൈൻ എന്ന് പറയുമ്പം ലിമിറ്റ് എങ്ങനെ വേണം? ഇൻ്റഗ്രൽ -1 to 3 ഏരിയ അണ്ടർ ദ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2x + 3 dx മൈനസ് ഇൻ്റഗ്രൽ -1 to 3 ഏരിയ ഓഫ് ദ പരാബോള എന്ന് പറയുന്നത് x² dx. രണ്ടും ലിമിറ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് ആ ഫംഗ്ഷൻ ഇക്വേഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ -1 to 1 so -1 to 3 2x + 3 - x² dx എന്ന് ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ ഇൻ്റഗ്രൽ ഓഫ് ഇവിടെ ഒന്ന് എഴുതിയിട്ട് പോകാവേ, എന്നാലേ ഇവിടെ കിട്ടത്തുള്ളൂ. ഇവിടെ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേമാണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 പ്ലസ് 3യുടെ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ 3x എന്ന് വരും. മൈനസ് x²ന് -x³/3. സോ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ബൈ സ്പെഷ്യൽ റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്തതിനെ a to b ഇൻ്റഗ്രൽ -1 to 3 എന്ന് എഴുതിയാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ f(b - f(a) എന്നുള്ള റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ ഓഫ് f(x) dx = f(b - f(a). ഇത് ബിയും ഇത് എയും എന്നുള്ള കണ്ടീഷൻ എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് ഒന്നുകൂടെ എഴുതാം. x² + 3x - x³/3ൽ നമുക്കെങ്ങനെ കൊടുക്കാം വാല്യൂ? 3 to -1. അപ്പോൾ ഇതെന്ത് വരും? 3² + 3 × 3 - 3³/3 അതൊരു ഭാഗം മൈനസ് എന്ത് കൊടുക്കണം? -1² -1² + 3 × -1 -1³/3 ഇടയിൽ കൂടെ ആയതുകൊണ്ട് കാണാവോ? ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 3² എന്ന് വെച്ചാൽ 9 + 9 - 3³ 27/3 എന്ന് വെച്ചാൽ 9 വരും. മൈനസ് -1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 -3 + 1/3 അല്ലെ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. സോ ഇവിടെ ഒരു 9 കട്ടായി 9 മൈനസ് 1 -3 എന്ന് വെച്ചാൽ -2 എന്തായി? +2 ആയി. -1/3 ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 9 രണ്ടും 11 - 1/3 = 11 3 33 - 32/3 എന്ന് വരും. അപ്പോൾ ഏരിയ ഓഫ് ദ റീജിയൻ എന്ന് പറഞ്ഞാൽ 32/3 സ്ക്വയർ യൂണിറ്റ് എന്ന് വരണം. ഓക്കെ, ഇതല്ലേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഷുവറായിട്ട് നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണിത് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കുകയുള്ളൂ. അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഓർഡർ എന്ന് ചോദിച്ചാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണോ അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുടെ പവർ എന്താണോ അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇത് ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് d²y/dx² എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 2dy/dx. ഇവിടെ ഡിഫറൻഷിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഹയസ്റ്റ് ഡെറിവേറ്റീവ് വന്നിരിക്കുന്ന ഏത് ടൈമിലാണ്? ഈ ടൈമിൽ എത്രാമത്തെ ഡെറിവേറ്റീവ് ഇവിടെ കാണേണ്ടി വന്നത്? 2. അപ്പോൾ ഇത് ഓർഡർ 2 എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓർഡർ ഇനി ഹയസ്റ്റ് ഓർഡർ ഉള്ള ഫംഗ്ഷൻ ഏതാണോ അതിൻ്റെ പവർ, ഹയസ്റ്റ് ഓർഡർ ഇതല്ലേ, ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 1. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഇവിടെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഡിഗ്രി = 1. അപ്പോൾ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ ക്വസ്റ്റിനെ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി കാണിക്കാം. d²y/dx² (2) എന്നാണ് കൊടുക്കുന്നതെന്ന് വെച്ചോ. അപ്പോഴും ഇവിടെ ഓർഡർ എന്ത് തന്നെയാണ്? ഓർഡർ =2 ആണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ എന്താണോ അതായിരിക്കും ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ ഞാൻ മാറ്റി ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ ഈ 2 ഇല്ല, ഇവിടെ ഞാൻ dy/dxൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു.
അപ്പോഴും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നോക്കേണ്ടത് ഹയസ്റ്റ് ഓർഡർ ഹയസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്ന എവിടെയാണ്, ഇവിടെ മാത്രമാണ്. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവാണ്, ഇത് സെക്കൻഡ് ഡെറിവേറ്റീവാണ്. അപ്പം ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് d². അപ്പോൾ ഇവിടെ ഓർഡർ എന്താണ്? ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ പവർ എന്താണോ അതേ വരുവുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മളൊരു സ്ക്വയർ കണ്ടുകൊണ്ട് ഇവിടുത്തെ 2 കൊടുക്കരുത്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ പവറേ എന്തായിട്ട് വരുള്ളൂ? ഡിഗ്രി ആയിട്ട് വരുള്ളൂ. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് കേട്ടോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ആ dy/dx dy/dx എന്നിവ പോകാൻ വേണ്ടി നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് dy-യുടെ കൂടെ y-കളുടെ ടേംസ് മാത്രവും dx-ൻ്റെ കൂടെ x-ൻ്റെ ടേംസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ മലക്കം അറിയാമോ അതെല്ലാം ചെയ്യണം ഇവിടെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ dy/dx ഈക്വൽ ടു ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഈ എക്സ് ഇവിടെ നിന്ന് പുറത്തെടുക്കാമെന്ന് വിചാരിക്കുക. എക്സ് പുറത്തെടുത്താൽ ഇത് എന്ത് വരും? y+1 അല്ലെങ്കിൽ വേണ്ട y പുറത്തെടുക്കാം. y പുറത്തെടുത്താൽ ഇവിടുന്ന് y പുറത്തെടുത്താൽ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. y × x+1 പിന്നെ ഇവിടെ ഒരു x+1 വേറെ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ഈ രണ്ട് ടൈമിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? ഇനി x+1 പുറത്തെടുക്കാം. x+1 പുറത്തെടുത്താൽ ബാക്കി ഇവിടെ ഉണ്ട് y+1 എന്നുണ്ട്. ഇനി നമുക്ക് ഈ വേരിയബിൾ സെപ്പറബിൾ ഭയങ്കര ഈസിയാണ്. അതായത് dy-യുടെ ഈ ചുവട്ടിലേക്ക് ഡിനോമിനേറ്ററായിട്ട് y+1 കൊണ്ടുവരുന്നു, ഈ dx-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, ഈ y+1-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വേരിയബിൾ സെപ്പറബിൾ ആയി അല്ലേ? വേരിയബിൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതെന്ത് വരും? dy/y+1 ഈക്വൽ ടു ഈ x+1 × dx. കണ്ടോ? വൈയുടെ കൂടെ വൈകളും dx-ൻ്റെ കൂടെ എക്സുകളും വന്നത് കണ്ടോ? ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ് വി ഗെറ്റ് എന്ത് സംഭവിക്കും? dy/1y+1 എന്ന് പറയുന്നത് എന്താ? ലോഗ് മോഡുലസ് ഓഫ് y+1 അല്ലേ? ഇസ് ഈക്വൽ ടു x+1-ൻ്റെ ഇൻറ്റഗ്രൽ x²/2 പ്ലസ് എങ്ങനെ എഴുതാം? 1-ൻ്റെ നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് എഴുതാം അല്ലേ? 1-ൻ്റെ ഡെറിവേറ്റീവ് എക്സ് പ്ലസ് സി എന്ന് എഴുതി നിർത്താം. ഓക്കെ, ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് മുൻ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ്. e⁻log x f(x) ഈക്വൽ ടു ഡാഷ് എന്നാണ്. അപ്പോൾ e⁻log മീൻസ് 1 ആണ് കേട്ടോ. സോ ഇവിടെ ആൻസർ അപ്പോൾ എന്ത് വരും? f(x) എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ലോഗ് എക്സ്, ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു, എങ്കിലും ഞാനിവിടെ ഒന്ന് ചെയ്തേക്കാം. അതായത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ഈ പ്രോഡക്റ്റ് റൂൾ ചെയ്യുമ്പോൾ ലോഗ് എക്സ് രണ്ടാമതാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരം എന്ത് ചെയ്യണമെന്നറിയോ? ഫസ്റ്റ് ആക്കി എഴുതണം. ഇൻ്റഗ്രൽ ലോഗ് എക്സ് × എക്സ് എന്ന് ചെയ്തെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കിട്ടുള്ളൂ. ഇനി പ്രോഡക്റ്റ് റൂൾ അറിയാമല്ലോ, മറന്നു പോയില്ലല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്, ദാറ്റ് ഈസ് x²/2. അതങ്ങനെ പറഞ്ഞു വന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുകയില്ല കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ. സോ ഇവിടെ ഈ x² എക്സും കട്ടാവും, ഈ 1/2 വേണമെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. സോ ഇത് log x ഇൻറ്റു x²/2 മൈനസ് 1/2 പുറത്തെടുത്തിട്ട് ജസ്റ്റ് എക്സ് മാത്രമേ ഇനി ഇവിടെ ഉള്ളൂ. അതിന് അടുത്ത സ്റ്റെപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് 1/2 log x ഇൻറ്റു x² മൈനസ് 1/2 ഇൻറ്റു എക്സിൻ്റേത് ഇൻ്റഗ്രൽ x²/2 പ്ലസ് സി തീർന്നു. സോ ഇത് 1/2 log x ഇൻറ്റു x² മൈനസ് 1/4 x² പ്ലസ് സി എന്നാവും. ഓക്കെ, ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, സോൾവ് വിത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ താഴെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ dy/dx എന്നിവ സെപ്പറേറ്റ് എടുത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ സെപ്പറേറ്റ് എടുക്കാൻ പറ്റില്ല എങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് മൂന്നാമതൊരു മെത്തേഡ് ഉണ്ട്, അറിയാമോ? അതായത് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉപയോഗിച്ച്, അതായത് ഒരു മെത്തേഡ് തന്നിട്ടുണ്ട് dy/dx
പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്ന മെത്തേഡിലാണ് ചോദ്യം കിടക്കുന്നത് എങ്കിൽ ആ ചോദ്യം ചെയ്യാൻ നമുക്ക് 3 സ്റ്റെപ്പേ ഉള്ളൂ. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇ റേസ് ടു ഇൻ്റഗ്രൽ ഓഫ് പി ഡി എക്സ് ചെയ്യുക. അതിനുശേഷം y ഇൻറ്റു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് എന്ന് എഴുതിയാൽ മതിയാവും. ഇതൊരു ജനറൽ ഫോർമാറ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇക്വൽ ടു ക്യൂ എന്നുള്ള ഫോമിലാണോ ഈ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ dy ബൈ ഡി എക്സ് ഓക്കെ. പി എന്നുള്ളതിന് വേണ്ടി ആരാണ് കിടക്കുന്നത്? പി ഈക്വൽ ടു ഇവിടെ 1/x ആണ് അല്ലേ. ദെൻ ക്യൂ എന്ന് പറയുന്ന ആരാണ്? ക്യൂ ഈക്വൽ ടു log x. അപ്പോൾ നമ്മൾ പറഞ്ഞ മെത്തേഡിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇൻ്റഗ്രൽ പി ഡി എക്സ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓഫ് 1/x. ഇൻ്റഗ്രൽ ഓഫ് 1/x എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് 1/x ഡി എക്സ് ഇസ് ഈക്വൽ ടു log x ആണ്. ഇനി നമുക്ക് വേണ്ടത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ് വേണ്ടത്. അതായത് ഇ റേസ് ടു log x. ഇ റേസ് ടു log എന്താണെന്ന് പറഞ്ഞാൽ 1. സോ ആൻസർ ഈസ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എഴുതുന്നെങ്കിലാണ് സൊല്യൂഷൻ്റെ ഫോർമാറ്റ് ഇതാണ്. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ പ്ലസ് ചെയ്യുക. അപ്പോൾ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആരാണ്? എക്സ്. yx ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ എന്ന് പറയുന്ന ആരാ? log x ഇൻറ്റു എക്സ് ഡി എക്സ് പ്ലസ് സി. അപ്പോൾ log x ഇൻറ്റു എക്സ് നമ്മളിപ്പോൾ ചെയ്തായിരുന്നു അല്ലേ. log x ഇൻറ്റു എക്സ് നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്തായിരുന്നു? അത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചാലും മതി കേട്ടോ. എക്സ് വൈ എന്നോ വൈ എക്സ് എന്നോ എഴുതുക. നമുക്ക് കിട്ടിയ ആൻസർ എന്താ? 1/2 x സ്ക്വയർ മൈനസ് log x മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി അല്ലേ. നമ്മളിപ്പോൾ ചെയ്ത അതേ ആൻസർ തന്നെ. അപ്പം അതുകൊണ്ടാണ് അവർ ഒരു സ്റ്റെപ്പായിട്ട് അങ്ങനെ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഈ റേസ് ടു log f of x എന്നുള്ളത് f of x ആണെന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് നമ്മൾക്ക് ഇവിടെ എന്ത് വരുന്നത്? ഈ റേസ് ടു log x എന്നുള്ള കോൺസെപ്റ്റോടെ എഴുതിയത്. അതുപോലെ സെക്കൻഡ് സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടി x log x നമുക്ക് ഇവിടെ അതുകൊണ്ട് വേഗം എഴുതാനും പറ്റി കേട്ടോ. അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓരോ സ്റ്റെപ്പായിട്ട് അത് ചോദിച്ചെന്നൊക്കെ ഇരിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തോണം. We are moving on to the next chapter, vector algebra. ഇതും നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഫൈൻഡ് എ ഡോട്ട് ബി. എപ്പോഴും വെക്ടറിൽ വെക്ടർ പ്രോഡക്റ്റ് 2 തരത്തിലുണ്ട്. എ ഡോട്ട് ബി എന്നുണ്ട്, എ ക്രോസ് ബി ഉണ്ട്. എപ്പോഴും എ ഡോട്ട് ബി എപ്പോഴും നമുക്കൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ കിട്ടുള്ളൂ. അതേസമയം എ ക്രോസ് ബി ആണെങ്കിൽ നമുക്കൊരു വെക്ടർ ക്വാണ്ടിറ്റിയെ കിട്ടുള്ളൂ. അപ്പോൾ എ ഡോട്ട് ബി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് പറയുന്നത് നമ്മളൊന്ന് നോക്കുക. ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1 ആണ്. കെ ഡോട്ട് കെ എന്ന് വെച്ചാൽ 1 ആണ്. അതുപോലെ ഐ ഡോട്ട് ജെ ആൻഡ് ജെ ഡോട്ട് കെ ആൻഡ് ഐ ഡോട്ട് കെ ആർ 0. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? എ ഡോട്ട് ബി ചെയ്യുമ്പോൾ എ ഡോട്ട് ബി എന്ന് വെച്ചാൽ ഐ പ്ലസ് ജെ പ്ലസ് 2k ഡോട്ട് 3i പ്ലസ് 2j മൈനസ് കെ എന്നാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ ഇൻറ്റു അതായത് 1 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു -1. ഓക്കെ. 1 3s are 3, 1 2s are 2, 2 ഇൻറ്റു -1 -2 എന്താവും? +2 -2 കട്ടായ ആൻസർ ഈസ് എ ഡോട്ട് ബിയുടെ വാല്യൂ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ആൻസർ ഈസ് 3. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് i minus 2j plus 3k and 3i minus 2j plus k എന്നാണ്. അപ്പോൾ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് cos theta is equal to a dot b divided by modulus of a into modulus of vector b എന്നാണ് കേട്ടോ. അപ്പം എ ഡോട്ട് ബി നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെക്ടറിനെ നമ്മൾ എ എന്ന് എടുക്കാൻ കൺസിഡർ ചെയ്യുക. എ ഈക്വൽ ടു i minus 2j plus 3k എന്നും. അപ്പോൾ അതിൻ്റെ മോഡുലസ് ഓഫ് എ എടുക്കുന്നത് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് എ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതിയാവും. അതായത്
ഇതിൻ്റെ കോഎഫിഷ്യൻ്റായ 1 സ്ക്വയർ മൈനസ് 2 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 1 10 4 14 റൂട്ട് 14 ആണ് മോഡുലസ് ഓഫ് എ. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ബി കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ബി എന്താണ് രണ്ടാമത്തത്? 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ മൈനസ് 2 അകത്താണ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അത് ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 4 പ്ലസ് 1 ഇവിടെ എന്തോ ഇവിടെ വെക്റ്റർ ബി എന്ന് പറയുന്നത് 3i ആണ് കേട്ടോ. മാറിപ്പോയി. വെക്റ്റർ ബി എന്ന് പറയുന്നത് 3i മൈനസ് 2j പ്ലസ് കെ എന്നുള്ളതാണ്. മോഡുലസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ 9 പ്ലസ് മൈനസ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 1 അതും എന്ത് തന്നെയാണ്? റൂട്ട് 14 തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് എ ഡോട്ട് ബിയും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേക്കാം. എന്താണ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ രണ്ടും വെക്റ്റേഴ്സുകൾ അതിവിടെ നിന്ന് എഴുതിയേക്കാം. i മൈനസ് 2j പ്ലസ് 3k ഇൻറ്റു 3i മൈനസ് 2j പ്ലസ് കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 1s are 3 സെപ്പറേറ്റ് ചെയ്തിട്ട് പോകാം കേട്ടോ. 1 ഇൻറ്റു 3 പ്ലസ് മൈനസ് 2 ഇൻറ്റു മൈനസ് 2 പ്ലസ് 3 ഇൻറ്റു 1. ആ സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളത് ഇങ്ങനെ 1 3s are 3 എന്ന് എഴുതണ്ട. അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ തെറ്റാതിരിക്കും കേട്ടോ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 വരും. 1 3s are 3 4 3 7 3 10 വരും. ആൻസർ ഈസ് 10. ആ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ റൂട്ട് 14 ഇൻറ്റു റൂട്ട് 14. റൂട്ട് 14 ഇൻറ്റു റൂട്ട് 14 നമുക്ക് ഇങ്ങനെ എഴുതാം 10/14. അത് കട്ട് ചെയ്താൽ കോസ് തീറ്റ ഈക്വൽ ടു 5/7 വരും. സോ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 5/7. ഇതാണ് ആംഗിളാണല്ലോ, തീറ്റ ആണല്ലോ നമ്മുടെ ആംഗിൾ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 5/7 കിട്ടും. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഡിറ്റർമൈൻഡ് ബൈ ദ വെക്റ്റേഴ്സ്. രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. ഏരിയ ഓഫ് എ പാരലോഗ്രാം നമുക്കറിയാമല്ലോ, അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം ഒരു വെക്റ്റർ ബേസ് ആയിട്ടും ഒരു വെക്റ്റർ ഹൈറ്റ് ആയിട്ടും നമ്മളെടുത്താൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം എ ക്രോസ് ബി ചെയ്താൽ മതി. അപ്പോൾ വെക്റ്റർ പ്രോഡക്റ്റ് കാണിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഈ പ്രോബ്ലം ഞാനെടുത്ത്. ജസ്റ്റ് ഞാൻ വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി എന്നൊരു ചോദ്യം എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് തോന്നിയത്. പാരലോഗ്രാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എ ക്രോസ് ബി ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വെക്റ്റർ, അപ്പോൾ എ ക്രോസ് ബി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബിയുടെ മോഡുലസ് എടുക്കണം കേട്ടോ. മോഡുലസ് എന്ന് വെച്ചാൽ എന്നാ? അത് നമ്മളൊരു സിംഗിൾ വാല്യൂയിലേക്ക് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ മോഡുലസ് നോക്കുക. അപ്പോൾ ജസ്റ്റ് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോൾ എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? i j k എന്ന് എഴുതിയതിന് ശേഷം ഇതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ മാത്രം എഴുതുക. 1 1 3 3 -4 and 5 ഇങ്ങനെ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ മെട്രിക്സിനകത്ത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചതുപോലെ തന്നെ i ഇൻറ്റു അതേ ഐഡിയ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. i ഇൻറ്റു 1 5s are 5 മൈനസ് 4 3s are -12 പിന്നെ മൈനസ് j ഇൻറ്റു ഈ കോളവും ഈ റോയും കളഞ്ഞാൽ 1 5s are 5 -9 പ്ലസ് കെ ഇൻറ്റു ഈ കോളവും റോയും കളഞ്ഞാൽ -4 -3. സോ i ഇൻറ്റു 17 മൈനസ് ജെ ഇൻറ്റു -4 പ്ലസ് കെ ഇൻറ്റു -4 -3 -7. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് എഴുതുക. എങ്ങനെയാണ്? 17i മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4j -7k എന്ന് വരും. ഇതാണ് ക്രോസ് പ്രോഡക്റ്റ്, അതായത് എ ക്രോസ് ബി. നമുക്ക് എന്താ വേണ്ടത്? പാരലോഗ്രാം, ഏരിയ ഓഫ് എ പാരലോഗ്രാം ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കില്ല എപ്പോഴും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ചെയ്യാം. മോഡുലസ് എടുക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ മതിയോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 17 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് -7 സ്ക്വയർ. 17ൻ്റെ സ്ക്വയർ 289 പ്ലസ്
4 സ്ക്വയർ 16 പ്ലസ് 49. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം റൂട്ടിനകത്താണ്. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് എത്ര വരും? റൂട്ട് 354 സ്ക്വയർ യൂണിറ്റ്. ഏരിയ എപ്പോഴും സ്ക്വയർ യൂണിറ്റിൽ എഴുതുന്ന കാര്യം മറക്കരുത് കേട്ടോ. അടുത്തത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ആണ്. ഇത് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാത്ത ഒരു വർഷം പോലും ഇല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് കാർട്ടീഷ്യൻ മെത്തേഡിലാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കണം. വെക്റ്റർ ഫോമിലാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പോൾ ഞാനിത് രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. കാർട്ടീഷ്യൻ ഫോമിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വെക്റ്റർ ഫോമിനകത്ത് വെക്റ്റർ i j k എന്നൊക്കെ കൂട്ടിയായിരിക്കും വരുന്നത്. കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ x1 x2 എന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എക്സാമിന് വരുന്നതാണ്. വർഷങ്ങളായിട്ട് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ചോദ്യം കൊണ്ട് ശ്രദ്ധിച്ച് കണ്ടോണേ. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇത് ലൈൻ്റെ ഇക്വേഷൻ, കാർട്ടീഷ്യൻ മെത്തേഡിലുള്ള ലൈൻ്റെ ഇക്വേഷനാണ് ഫസ്റ്റ് വൺ. ഇത് കാർട്ടീഷ്യൻ മെത്തേഡിലുള്ള സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് എഴുതിയിരുന്നല്ലോ x മൈനസ് x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. അപ്പോൾ ഇതിനകത്ത് ഇതാണ് x1 y1 z1, ഇത് x2 y2 z2. വാല്യൂസ് മനസ്സിലായല്ലോ. അതുപോലെ a1 b1, ഇത് a1 b1 c1, ഇത് a2 b2 c2 ആണ്. ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ ഒന്ന് എഴുതാം. അപ്പോൾ കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ ഞാനിവിടെ എഴുതി. അപ്പോൾ നോക്കുക, x2 മൈനസ് x1. അപ്പോൾ x1 y1 എന്താണെന്ന് മനസ്സിലായല്ലേ. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ടാമത്തത് x2 മൈനസ് x1, അതായത് 3 മൈനസ് എന്ത് പറയുന്നത് x1 എന്താണ്? x1 എന്ന് പറയുന്നത് 3x2 മൈനസ് x1 മൈനസ് 1 മൈനസ്, ഇവിടെ ഒരു മൈനസ് വരുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? +1 വരും കേട്ടോ. അടുത്തത് 5 മൈനസ് -1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 1. അടുത്തത് 7 + 1 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് a1 b1 c1. a1 ആരാണ്? 7 മൈനസ് 6 1. a2 b2 c2 എന്ന് പറയുമ്പോൾ 1 -2 1. ഇത്രയും നമ്മൾ എഴുതി വെച്ചു. ഡിവൈഡഡ് ബൈ, ഇവിടെയാണ് പ്രശ്നം. ഇത് കണ്ടോ, സിഗ്മ എന്ന് കിടപ്പുണ്ട്. അപ്പോൾ സിഗ്മ എന്ന് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? a1 b2 മൈനസ് a2 b1, അതായത് മെട്രിക്സ് ഡിറ്റർമിനൻ്റ് പോലെ മൾട്ടിപ്ലിക്കേഷൻ ഫുൾ നടത്തും. 3 ഇത് ഇൻറ്റു ഇത്, ഇത് ഇൻറ്റു ഇത്, ദെൻ ഇത് ഇൻറ്റു ഇത്, ഇങ്ങനെ ചെയ്യണം. ഡിറ്റർമിനൻ്റ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. അപ്പം അതും കൂടി ഞാൻ എഴുതാം. അതായത് ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചേക്കാം കേട്ടോ. എഴുതേണ്ടത് എങ്ങനെയാണ്? b1 c2 മൈനസ് b2 c1 പ്ലസ് അടുത്ത എന്താണ് എഴുതേണ്ടത്? c1 a2 മൈനസ് c2 a1 പ്ലസ് ഇട്ടിട്ട് ലാസ്റ്റത്തെ a1 b2 മൈനസ് a2 b1. നമ്മളത് എന്ത് ചെയ്യുക? നമ്മുടെ പ്രോബ്ലത്തിനകത്ത് വാല്യൂസിലേക്ക് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. ഇത് 4 5 1 6 7 1 8 7 മൈനസ് 6 1 1 മൈനസ് 2 1. ഇത് വേണമെങ്കിൽ ഒന്ന് വെക്റ്റർ പ്രോഡക്റ്റോടെ ഒന്ന് കണ്ട് നമുക്ക് എഴുതിയേക്കാം. അതായത് 4 × 1 6 ആർ -6 -2 × 1 -2. അപ്പോൾ എന്ത് വരും? ഇത് നമുക്ക് -4 എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, എളുപ്പമായി, പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ -6 × 6 പുറത്തെടുക്കുമ്പോൾ ഇതും കളഞ്ഞു. 1 7s are 7, 1 1s are 1 വരുമ്പോൾ 7 - 1 6 വരും. അടുത്തത് 8 എടുക്കുമ്പോൾ ഇതും പോയി, ഇത് 7 2 14 -14 + 6, ദാറ്റ് ഈസ് ഈക്വൽ ടു -8 വരും. ഡിവൈഡഡ് ബൈ, ഈ കോൺസെപ്റ്റ് പ്രകാരം നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണേ. അതായത് 1 ഇത് ഫുള്ള് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എഴുതിയേക്കട്ടെ. നിങ്ങൾ ഇത് ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? √ ഉണ്ട് കേട്ടോ അവിടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു √ -4 സ്ക്വയർ. എല്ലാത്തിലും സ്ക്വയർ ഉണ്ട് കേട്ടോ.
അപ്പോൾ കിട്ടുന്ന ആൻസേഴ്സിൻ്റെ എല്ലാം സ്ക്വയർ റൂട്ട് എഴുതിയേക്കണേ. -4 സ്ക്വയർ + 6 സ്ക്വയർ -8 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 116 ഡിവൈഡഡ് ബൈ √116 മൈനസ് ആണേ. ദെൻ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെടുത്തിൻ്റെ മോഡുലസ് എടുക്കണമല്ലോ. മോഡുലസ് എടുത്തു. മോഡുലസ് എടുക്കുമ്പോൾ എന്ത് വരും? മോഡുലസ് എടുക്കുമ്പോൾ ജസ്റ്റ് 116 ഡിവൈഡഡ് ബൈ √116. 116 നമുക്ക് √116 × √116 അതും കട്ടായ √116 ആൻസർ വരും. ഓക്കെ, ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വെക്റ്റർ പ്രോഡക്റ്റിലൊന്ന് കാണിച്ചു തരാം. ഇവിടെ വെക്റ്റർ എ എന്ന് പറയുന്നത് വെക്റ്റർ എ ഈക്വൽ ടു -i -j -k. വെക്റ്റർ ബി എന്ന് പറയുന്നത് 3i + 5j + 7k. ഇതാണ് വെക്റ്റർ. വെക്റ്റർ രണ്ടും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, സോറി. അടുത്തത് ഇത് a1 b1, അടുത്തത് a2 b2. a2 എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, a1 a2 b1 b2 എന്ന് വെക്റ്റർ നമുക്കുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് a2 - a1 ചെയ്യണം. a2 - a1 ഈസ് ഈക്വൽ ടു എന്താണ്? a2ൽ നിന്ന് a1 -3 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4i + 6j + 8k. ഓക്കെ, 5 - -1 7 - -1 a2 - a1 കിട്ടി. ഇനി നമുക്ക് b1 × b2 ചെയ്യണം. b1 × b2 i j k ഞാൻ ഫുൾ എഴുതണം, നിങ്ങൾക്കറിയാലോ. 7 - 6 1 1 -2 1. ഇത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -4i - 6j - 8k എന്നുള്ളതാണ്. അതിൻ്റെ മോഡുലസ് കൂടെ എടുക്കണം. ദെൻ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണമല്ലോ. a2 - a1ൻ്റെയും a2 - a1 ഡോട്ട് b1 × b2 അല്ലേ. ഡോട്ട് എടുക്കുമ്പോൾ എന്ത് വരണം? ഇതും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും. അപ്പോൾ 4 4s are എന്ത് വരും? -16 -36 -64 ദാറ്റ് ഈസ് ഈക്വൽ ടു -116 എന്ന് വന്നു. ഉണ്ട്, സെയിം ആൻസർ തന്നെ വന്നു. ഇനി അതിൻ്റെ മോഡുലസ് b1 × b2ൻ്റെ മോഡുലസ് അപ്പോൾ എന്താ? 4 സ്ക്വയർ + 6 സ്ക്വയർ + 8 സ്ക്വയർ വരും. അതിൻ്റെ വാല്യൂ എന്ത് വരും? √116. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ത് വരും? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് -116 ഡിവൈഡഡ് ബൈ 116, അതായത് √116 എന്ന് തന്നെ വരും. അപ്പോൾ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ പഠിച്ചോണേ. ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം.